ധനുസ് മുതലേക്ക് വീണ്ടും ധനുസ് മോദ്, ഇവിടെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയമായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ BJP ലക്ഷ്യം വെച്ചത് എന്താണോ അത് അവർ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് പരമാവധി കൊടുത്ത ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഈ ആർലേക്കറെ നിയമിക്കുമ്പോൾ BJP ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് 2 ലക്ഷം കൂടി ഉണ്ട് സൈഫ് ഇതിന് നോക്കുമ്പോൾ. കാര്യം ഈ വർഷം എന്ന് പറയുന്നത് തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഒരു 17%-ലധികം മുസ്ലിം ജനസംഖ്യ ഉള്ള സംസ്ഥാനം കൂടിയാണ് അവിടെ ബീഹാർ. അതുകൊണ്ട് സ്വാഭാവികമായും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ അവിടെ നിയമിക്കുമ്പോൾ, ബീഹാറിൽ നിയമിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണം, കാര്യം പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു BJPക്ക് നേട്ടം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം BJP കണക്കൂട്ടും. മാത്രമല്ല, പിന്നീട് നമ്മൾ ഈ ഗവർണർമാരുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ചേക്കേറി വരുന്നവർ അല്ലെങ്കിൽ IAS IPS നിലവാരത്തിൽ നിന്ന് ആ തരത്തിലുള്ള ജോലികളിൽ നിന്നും മാറി ഗവർണർ പദവിയിലേക്ക് മാറുന്നവർ, ഇവരാണ് ഒരു കൂടുതൽ സംസ്ഥാന സർക്കാരുമായി നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നത് നമ്മൾ